രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയ നാൾ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ആഘോഷിക്കപ്പെട്ട ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെ മരുമകനും കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ എം റിയാസിൻ്റേത്, അതായത് മുഹമ്മദ് റിയാസ്. ഇപ്പോൾ പി വി അൻവർ എന്ന ഭരണപക്ഷ കക്ഷിയിൽപ്പെട്ട MLA പുറത്തുവിടുന്ന ആരോപണങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ മരുമകനായ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പി വി അൻവർ കെട്ടഴിച്ചു വിട്ട ഒരു ഭൂതം ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമിച്ചേക്കും. മുഹമ്മദ് റിയാസ് ഇത്രക്ക് പ്രശ്നക്കാരനാണ്. മുഹമ്മദ് റിയാസിനെ കുറിച്ച് പി വി അൻവർ പറഞ്ഞത്, മുഹമ്മദ് റിയാസിന്റെ വരവോടുകൂടി ജ്വലിച്ചു നിൽക്കുന്ന ഒരു സൂര്യന്റെ പ്രകാശത്തെ ജ്വലിപ്പിക്കുന്നതിന് പകരം ആ സൂര്യപ്രകാശം തല്ലിക്കിടുന്ന പ്രവൃത്തിയായിരുന്നു മുഹമ്മദ് റിയാസിന്റെ വരവോടുകൂടി ഉണ്ടായത് എന്നാണ്. സൂര്യൻ എന്ന് പി വി അൻവർ ഇപ്പോഴും വിളിക്കുന്നത് പിണറായി വിജയനെയാണ്. നോക്കൂ, രണ്ടാം പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാര്യങ്ങൾ മാറ്റിവെക്കുക. രണ്ടാം പിണറായി സർക്കാരിൽ പിണറായി വിജയനെയും പാർട്ടിയെയും ഏറ്റവും കൂടുതൽ പൊതുജനമധ്യത്തിൽ അവരുടെ ഇമേജ് നഷ്ടപ്പെട്ട മന്ത്രിസ്ഥാനമായിരുന്നു മുഹമ്മദ് റിയാസിൻ്റെ. മുഹമ്മദ് റിയാസ് നിയമസഭയിലേക്ക് വളരെ ജൂനിയറായി കടന്നു വരുന്നു. എന്ത് സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. സീനിയോറിറ്റിയേക്കാൾ കൂടുതൽ വലിയൊരു മേന്മ അദ്ദേഹത്തിന്. അല്ല, അത് പറയാം, അതിലേക്ക് വരാം. അപ്പോൾ സ്വാഭാവികമായും എന്തിന് അങ്ങനെ ആക്കി എന്ന് ചോദിച്ചപ്പോഴാണ് ആ ചെല്ലപ്പേര് അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തു, മരുമകൻ മന്ത്രി എന്ന ചെല്ലപ്പേര്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ എന്നോട് ഏതോ ഒരു ചർച്ചയിൽ ഒരാൾ പറഞ്ഞതാണ്, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എന്തോ ഒരു വലിയ രഹസ്യമോ എന്തോ ഒരു വലിയ സീക്രട്ട്, എന്തോ ഒരു സാധനം മുഹമ്മദ് റിയാസിൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന് എത്രത്തോളം അർഹിക്കാത്ത സ്ഥാനങ്ങളൊന്നും വെച്ച് നീട്ടത്തില്ല. അപ്പോൾ ഞാൻ തിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ഇരിക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ കയ്യിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് മകൾ വീണ. ആ വീണയുടെ ഭർത്താവാണ് മുഹമ്മദ് റിയാസ്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് മകളെ കെട്ടിച്ചത്. അപ്പം മകൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഒരു പിതാവ് എന്ന നിലയിൽ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ചെയ്യേണ്ടുന്ന കാര്യം തന്നെയാണ് പിണറായി വിജയൻ വളരെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടാൻ അദ്ദേഹത്തിന്റെ PR ഏജൻസികൾക്ക് പറ്റുമല്ലോ. അല്ല, എന്ത് തന്നെയായാലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് മാതൃക കാട്ടിക്കൊടുത്തു. പക്ഷേ മുഹമ്മദ് റിയാസിന്റെ ആദ്യ ഭാര്യയുടെ ആരോപണങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് എന്ത് തന്നെയായാലും പണ്ടും പിണറായി വിജയന് വേണ്ടി കോഴിക്കോട് ക്രൈമിന്റെ ഓഫീസൊക്കെ കത്തിക്കാൻ പോയ മുഹമ്മദ് റിയാസിന്റെ കഥകൾ, വീരസാഹസിക കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മുഹമ്മദ് റിയാസ് DYFIയുടെ വലിയ നേതാവായിരുന്നു, അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. ഇവിടുത്തെ സമരപോർ മുഖങ്ങളിൽ ഡൽഹിയിൽ പോയി ഒറ്റയ്ക്ക് ഷൂ ഒക്കെ ഇട്ട് ജീൻസൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ. അതിനെക്കാട്ടും മികച്ച നേതാക്കളൊക്കെ CPM-ന്റെ യുവജന പ്രസ്ഥാനങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു IPS കാരനായതുകൊണ്ട് പല യുവജന സംഘടനകളുടെയും തലപ്പത്തെത്താൻ പറ്റിയെന്ന് കരക്കമ്പിയുണ്ട്. ഞാൻ പറഞ്ഞത് അതല്ല, അദ്ദേഹം DYFIയുടെ നേതാവായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സമരപോർ മുഖങ്ങളിൽ ജ്വലിച്ചു നിന്ന സൂര്യനായ മുഹമ്മദ് റിയാസിനെ പിടിച്ച് മന്ത്രിയാക്കിയതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സമരപോർ മുഖങ്ങളിൽ, വാർത്തായിടങ്ങളിൽ, വാർത്താവേളകളിൽ, ചർച്ചകളിലൊക്കെ CPM-ന് വേണ്ടി ഘോരം പ്രസംഗിച്ച 2 തവണ MLA ആയ മറ്റൊരു ന്യൂനപക്ഷ MLA, അങ്ങനെ പറയാം, റിയാസ് ന്യൂനപക്ഷക്കാരനായതുകൊണ്ടാണ് മന്ത്രിസ്ഥാനം കൊടുത്തതെന്ന് ചിലർ പറയുന്നതുകൊണ്ട് പറയാം. മറ്റൊരു ന്യൂനപക്ഷ MLA അവിടെ ഇരിപ്പുണ്ട്, അയാളുടെ പേര് ഷംസീർ എന്നാണ്. ഷംസീറിനെ കൊണ്ട് സ്പീക്കറാക്കി ഒതുക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയത്, അത് മന്ത്രിയാക്കിയത് മാത്രമല്ല, മന്ത്രി കൊടുത്ത വകുപ്പുകളാണ് ശ്രദ്ധേയം. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ PWD വകുപ്പും തിളങ്ങാൻ കഴിയുന്ന PWD വകുപ്പും ടൂറിസം വകുപ്പും മരുമകന്. അമ്മായിപ്പം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരുമകൻ. ഇവർ തലമുറ മാറ്റം വരുമ്പോൾ മരുമോനെന്ന് ആരും പറയരുത്. സ്വാഭാവികമായിട്ട്, കാരണം സീനിയോറിറ്റിയിൽ ഇത്ര വലിയ വകുപ്പുകൾ ഭരിച്ച മന്ത്രിയാണ്, പാർട്ടി സെക്രട്ടറി ആവാൻ അനുഭവ സമ്പത്തുണ്ട്, പരിചയമുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം ഇപ്പൊ MV ഗോവിന്ദൻ നിൽക്കുന്നു. MV ഗോവിന്ദന്റെ കാലശേഷം വേണമെങ്കിൽ പാർട്ടി സെക്രട്ടറി ആക്കാം, അല്ലെങ്കിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയാക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഒരു ന്യൂനപക്ഷ നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്. പിണറായിയുടെ വരുവാനേക്കാൾ അപ്പുറത്തേക്ക് ന്യൂനപക്ഷ നേതാവാണല്ലോ. അങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് മുഹമ്മദ് റിയാസ് എന്തായാലും വന്ന ഇടയ്ക്ക് മുഹമ്മദ് റിയാസ് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് PWD റെസ്റ്റ് ഹൗസുകളൊക്കെ വിപുലീകരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് നല്ല കാര്യമാണ്, കാരണം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിനകത്തെ ഒരു PR വർക്കാണ്. എവിടെ ചെന്നാലും മറ്റു വ്ളോഗർമാരെ പോലെ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞു പോകുന്നതിന് പകരം മന്ത്രിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ പല പദ്ധതികളും, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളടക്കം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലൂടെ ആഘോഷിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം മറ്റേ PWD റെസ്റ്റ് ഹൗസുകൾ വൃത്തിയാക്കുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് ഒരു കുപ്പി, ഇതാരായി കുപ്പിയുടെ കൊണ്ടിട്ട് വീഡിയോ കണ്ടിട്ടില്ല, മറ്റേ ഹെഡ് മാഷന്മാർ നമ്മുടെ പഴയ ക്ലാസ് റൂമിലൊക്കെ വന്നിട്ട് ആരായി ഡസ്റ്റർ എടുത്തെറിഞ്ഞ് ആരായി വേസ്റ്റ് വിട്ടെന്ന് ചോദിക്കുന്ന പോലെ മുഹമ്മദ് റിയാസിനെ കുറെ വീഡിയോ. കേരളത്തിന്റെ പ്രമുഖനായ മന്ത്രിക്കും അത്തരത്തിലൊരു സ്വഭാവമുണ്ട്. അതാരാന്ന് ഞാൻ പറയുന്നില്ല. പറ, ആരായിരിക്കും? ആരാ പറ.
ഇത്തരത്തിൽ ആൾക്കാരെ വിളിച്ചു കൂട്ടി ഇത്തരത്തിൽ പ്രഹസനം നടത്തുന്ന ഒരു മന്ത്രി കെ വി ഗണേഷ് അതിപ്പോ വന്ന മന്ത്രി, അന്ന് അദ്ദേഹം മന്ത്രി, ഞാൻ പറഞ്ഞു വന്നതല്ല, ഞാൻ പറയാം, ആ പോയിന്റിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് റിയാസ് ഇതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മുടെ ബഹുമാനിയായ ആരോഗ്യവകുപ്പ് മന്ത്രി, ടീച്ചർ മീരുന്ന കസ്റ്റഡിയിൽ കയറിയിരിക്കുന്ന, സഭ സീറ്റ് കൊടുത്ത് സഭ മന്ത്രിയാക്കി വെച്ചിരിക്കുന്ന വീണ ജോർജിന് ഒരു ആഗ്രഹം ഉണ്ടായി ഇത്തരത്തിലൊക്കെ 2 വീഡിയോ ഇടണം. പുള്ളിക്കാരിയും പോയി മെഡിക്കൽ കോളേജിലേക്ക് 2 വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് മേളിൽ നിന്ന് വിളി വന്നു, മരുമകന് മാത്രമേ ഇത് പറ്റൂ, ബാക്കിയുള്ള മന്ത്രിമാർക്ക് പറ്റത്തില്ല. അവിടെ അത് കട്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിയാകുന്നവരെ, ഇപ്പോൾ അഭിഷേക് പറഞ്ഞ ആ പേരിലേക്ക് ഞാൻ വരാം, മന്ത്രിയാകുന്നത് വരെ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ പ്രിയപ്പെട്ട ഒരു 10-12 ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് അവർക്ക് ഡെയിലി കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു മന്ത്രിയായിരുന്നു ഈ നമ്മുടെ ബഹുമാനായ MLA ആയിരുന്നു കെ വി ഗണേഷ് കുമാർ. അദ്ദേഹം ഗതാഗത വകുപ്പിനെ നിശ്ചിതമായിട്ടങ്ങ് വിമർശിക്കും, ആന്റണി രാജുവിനൊക്കെ അങ്ങ് വിമർശിക്കും. അദ്ദേഹം പറയും ഈ ഓഫ് റോഡ് വണ്ടികൾ, ഇപ്പം വയനാട്ടിൽ പോയ ഓഫ് റോഡ് വണ്ടികൾക്ക് ഇദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് പെറ്റി അടിച്ചു കൊടുക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളിലാണ് അദ്ദേഹം അന്ന് അഭിപ്രായം പറഞ്ഞതെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളുടെ ചാനലെടുത്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാം. പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ അത് അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിനും കൊടുത്തു ഒരു 2.5 വർഷത്തിന് ശേഷം ഒരു കൊച്ചു മന്ത്രിസ്ഥാനം കൊടുത്തു. മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ ഇത് മന്ത്രി ആയതിനു ശേഷവും പതുക്കെ ഈ ചാനലുകാരെയൊക്കെ വിളിച്ച് 1-2 പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിനും വന്നു വിളി, ഗണേശ മോനെ ഒതുങ്ങിക്കോ, മരുമോനുള്ള തിറങ്ങാൻ മാത്രമേ പറ്റൂ എന്ന്. ഇവിടെ കേരളം ഈ അടുത്ത കാലത്ത് ഒരു വലിയ വെള്ളപ്പൊക്ക ഭീഷണി നേരിട്ട് വലിയൊരു പ്രളയം പ്രതീക്ഷിച്ച് മഴ നനഞ്ഞിരിക്കുമ്പോഴും നമ്മുടെ ബഹുമാനായ ടൂറിസം പിഴപ്പുടി വകുപ്പ് മന്ത്രിയുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ആണ് കാതിൽ തേൻമഴയായി പൊഴിയോ കാറ്റ് ഇന്നോവയുടെ സ്റ്റേറ്റ് വണ്ടി ഇട്ടിട്ട്. ഇനി അതിനുശേഷമാണ് വയനാട് ചുരത്തിലെ കാടമുട്ട ഫ്രൈക്ക് ഒരു പ്രത്യേക രുചിയാണ് എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു മുഹമ്മദ് റിയാസിന്. അതിന്റെ അടിയിൽ വന്ന കമന്റ് കണ്ടാവും, എന്റെ പൊന്നു മിനിസ്റ്റർ, ഈ കാടമുട്ട ഒന്ന് കഴിക്കണമെങ്കിൽ വണ്ടി അവിടെ നിർത്താൻ പോലീസ് സമ്മതിക്കത്തില്ല, വണ്ടി നിർത്തി അപ്പോഴേ വന്നും പിണറായി വിജയന്റെ പോലീസ് വന്ന് 500,000 പെറ്റി അടിച്ചിട്ട് പോകും. ആദ്യം അതൊക്കെ ഒന്ന് നന്നാക്കും, പിന്നെ അവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല, ചീഞ്ഞ് നാറിയിട്ട് ഒരു സുഖവുമില്ല. നോക്കൂ, കേരളത്തിന്റെ സീരിയസ് വിഷയത്തിലേക്ക് വരാം. കേരളത്തിന്റെ ടൂറിസം മേഖലയെ എങ്ങനെയൊക്കെ വളർത്താമായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദി ഒരു മാധ്യമത്തിന് അനുവദിച്ചൊരു ഇന്റർവ്യൂ വൈറലായി. കേരളത്തിലെ ടൂറിസം സാധ്യതകളെ പറ്റി, പിൽഗ്രീം ടൂറിസത്തെ പറ്റി അദ്ദേഹം വളരെ വിശാലമായി സംസാരിക്കുന്നുണ്ട്. അത് ഹിന്ദു ക്ഷേത്രങ്ങളെക്കുറിച്ച് മാത്രമല്ല, അദ്ദേഹം ചേരമൻ ചർച്ചിനെ കുറിച്ചും പല ക്രിസ്ത്യൻ എല്ലാത്തിനെ കുറിച്ചും പറയും. അത് കണ്ണു തുറക്കേണ്ട വിഷയമാണ്. അഭിഷേക്, ഞാൻ ഈ ഇടയ്ക്ക് പ്രിയപ്പെട്ട കുമ്മനം രാജശേഖരൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോയി. അദ്ദേഹം നമുക്കറിയാം ഈ ചടയമംഗലത്തെ രാമക്ഷേത്ര നിർമ്മാണവുമൊക്കെ ബന്ധപ്പെട്ട്, ആറന്മുളയുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞു, എങ്ങനെയൊക്കെ ടൂറിസത്തിലൂടെ ഇവിടേക്ക് ഇന്ത്യൻ ആഭ്യന്തര ടൂറിസ്റ്റുകളെയും അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളെയും കേരളത്തിന് ആകർഷിക്കാൻ സാധിക്കും. പിൽഗ്രീം ടൂറിസത്തിലൂടെ ഉത്തർപ്രദേശൊക്കെ ചെയ്ത് കാണിച്ചു, രാമക്ഷേത്രത്തിലും വാരണാസിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ കേരളത്തിൽ പണം കൊണ്ടുവരാനുള്ള വഴികളുണ്ടായിട്ട് ഇവർ യാതൊരു വിധവും ചെയ്യുന്നില്ല. നോക്കൂ, ഇപ്പോൾ വള്ളംകളിയാണ്, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വള്ളംകളികൾ മാറ്റിവെക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. അപ്പോൾ ആലപ്പുഴയിൽ നെഹ്റു ട്രോഫി വള്ളംകളി വേണ്ട എന്ന് വെച്ചു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, എനിക്ക് കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് ബഹുമാനായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു വിളി നേരിട്ട് ചെല്ലുകയാണ്. എന്ത് വില കൊടുത്തും പുലികളി സംരക്ഷിച്ചതുപോലെ, പുലികളി നടത്തുന്നത് പോലെ ഈ വള്ളംകളി നടത്തണം, നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണം, അതിനെന്താണ് വേണ്ടത് എന്ന വിളി വന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ടൂറിസം വകുപ്പിൽ നിന്ന് 1 കോടി രൂപ വള്ളംകളിക്ക് അനുവദിക്കുന്നത്. ആ 1 കോടി രൂപ അനുവദിച്ച മുഹമ്മദ് റിയാസ് വലിയ കാര്യമാണ് ചെയ്തതെന്ന് ചിന്തിക്കുമ്പോഴാണ് ഉപേക്ഷിക്കാൻ പോകുന്നതാണ് വള്ളംകളി. അല്ല, അതാ വള്ളംകളി വേണ്ട എന്ന് വെച്ചെടുത്താണ്, ഓണാഘോഷവും വള്ളംകളി വേണ്ട എന്ന് വെച്ചെടുത്ത് കൃത്യമായ ഒരു ഫോൺ വിളിയിൽ ആ ക്രെഡിറ്റ് കൂടി സുരേഷ് ഗോപി കൊണ്ടുപോകരുത് എന്നതുകൊണ്ട് മാത്രം ആ വള്ളംകളി വന്നു. കാരണം 19ഓളം ബോട്ടുകളാണ് കോടികൾ പൊടിച്ചിട്ട് അവിടെ പ്രാക്ടീസും കഴിഞ്ഞ് നോക്കിയിരുന്നത്. ടൂറിസം കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇവര്. വയനാട്ടിൽ ദുരന്തം വന്നു, സംഭവിച്ചു, സഹോദരങ്ങൾ മരിച്ചു എന്നും പറഞ്ഞ് ഒരുപാട് പാവങ്ങളുടെ പണം വെറുതെ കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ സുരേഷ് ഗോപി അതിന്റെ പിറ്റേ ആഴ്ച മുതൽ വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് മന്ത്രി തന്നെ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പൊ അതേസമയം ഒരു സ്ഥലത്തെ ടൂറിസത്തെ കൊന്നുകൊണ്ട് മറ്റൊരു സ്ഥലത്തെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? അതുപോലെയാണ് നമ്മുടെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്. അദ്ദേഹം ബേപ്പൂരിൽ നിന്നുള്ള നിയമസഭാ സാമാജികനാണ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് കൊടുത്തത് 2.5 കോടി രൂപയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പൈതൃകപരമായി നടത്തുന്ന ഒരു ചടങ്ങിന് 1 കോടി രൂപയും അവിടെ 2.5 കോടി രൂപ അതായിക്കോട്ടെ, എന്തോ അവിടെ ചെലവുകൾ. അല്ല, അവിടെ ഒരു പുതിയൊരു വള്ളംകളി അല്ലെങ്കിൽ ഒരു ജലോത്സവം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ഇതിപ്പോ എല്ലാ ജില്ലയിലും പുതിയ വള്ളംകളികളും പുതിയ കാര്യങ്ങളും വരുന്നു. ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. ക്യാരവാൻ ടൂറിസം വന്നു. മോഹൻലാലുമായിട്ടുള്ള ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ ക്യാരവാനുകൾ, എവിടെ ഗോപിച്ചമ്മണ്ണൂർ ക്യാരവാൻ വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ പേര് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ കൊടുക്കുന്ന വാക്കിന്, ഇവർ പറയുന്ന പ്രവൃത്തികൾക്ക് എന്ത് വിലയാണുള്ളത്? ഇപ്പോൾ അഭിഷേക് പറഞ്ഞ കാര്യമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾക്ക് സൗജന്യമായി PR ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന മുഹമ്മദ് റിയാസിന്റെ PR ടീം ചെയ്യുന്നത്. കേരളത്തിലേക്ക് വരുന്ന ദേശീയ പാതകളുടെ ആകാശ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമത്തിലൂടെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പങ്കുവെക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? അതെ, ഞാൻ പറഞ്ഞത് അത് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ട് മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റിയാസിന് അതാണ് ഇഷ്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എളുപ്പത്തിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കുക, എളുപ്പത്തിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുക, ഇതൊക്കെയാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു ട്രാക്ക്. നോക്കൂ, അദ്ദേഹം ബുദ്ധിമാനായ സമർത്ഥനായ ഒരു നേതാവാണെന്ന് ഞാൻ പറയും. ബുദ്ധി കൊണ്ട് രാഷ്ട്രീയം കളിച്ച ആളാണ് മുഹമ്മദ് റിയാസ്.
കാരണം ഇവിടെ എ റഹീമും ഈ പറയപ്പെടുന്ന ഷംസീറും ഒക്കെ ഇപ്പോഴും ചെങ്കൊടിയും പിടിച്ച് അവിടെ രാജ്യസഭാ എം പി ആയിട്ടും സ്പീക്കറുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം നൈസായിട്ട് വന്നിട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു വിവാഹ ബന്ധത്തിലൂടെ പോയി മന്ത്രിസഭയിൽ രണ്ടാമനായി. അതെ, രണ്ടാമനായി മാറിയ ആളാണ്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉറപ്പായും ബാറ്റൺ കൈമാറാൻ അദ്ദേഹം നോക്കി വെച്ചിരിക്കുന്ന നേതാവാണ് മുഹമ്മദ് റിയാസ്. PV അൻവർ ഇന്ന് ഉന്നയിക്കുന്ന ആരോപണമുണ്ട്. ആ ആരോപണത്തിൽ കഴമ്പുണ്ട്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്തിൽ ഉണ്ടായിരുന്ന ഒരു സൂര്യപ്രകാശം, അതായത് സാധാരണക്കാരായ കമ്മ്യൂണിസത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന പിണറായി വിജയനോട് എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് എതിർപ്പ് തോന്നി തുടങ്ങുന്നതിൻ്റെ ഒരു കാരണം മരുമകനായ മുഹമ്മദ് റിയാസിനെ അനാവശ്യമായ അധികാര സ്ഥാനങ്ങളിൽ പിടിച്ചിരുത്തിയത് കൊണ്ടാണ് എന്ന് അൻവർ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ മുഖ്യമന്ത്രിക്ക് പിന്നിൽ ഒരു നിയന്ത്രിത ശക്തിയായിട്ട് ഇവരൊക്കെ ഉണ്ടായിരിക്കണം എന്നുകൂടി ഒരു സംശയം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് ന്യായമാണ്. കാരണം ആർക്കും തോന്നാം. സ്വാഭാവികമായും ബഹുമാനായ PWDയുടെയും ഈ പറയപ്പെടുന്ന ടൂറിസത്തിൻ്റെയും ഉത്തരവാദിത്തമുള്ള മുഹമ്മദ് റിയാസിനോട് പറയട്ടെ, അങ്ങ് ട്രെൻഡിനൊപ്പം സോഷ്യൽ മീഡിയയിൽ സഞ്ചരിച്ചോളൂ. പ്രായം 50ഓളം അടുക്കാടായി, നാട്ടിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ ഒന്ന് ഇടപെട്ടിട്ട് വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ. എന്തായാലും ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ കേരളത്തിന് പുതുതായിട്ടൊരു ടീച്ചർ അമ്മയെ കൊടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സ്വന്തം PR ഏജൻസികൾ കേരളത്തിന് രണ്ടാമതൊരു PR മരുമോനെ കൂടി ഒപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. എന്തായാലും PV അൻവർ എന്ന നിലമ്പൂരിൻ്റെ ചുണക്കുട്ടി അതിലേക്ക് കൂടി ഒരു അമ്പ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തുടർചലനങ്ങൾ എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.